ഈ ലെറ്റർ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ സ്ഥിരമല്ലേ, നമുക്ക് ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാം. ക്ലാസ് കഴിഞ്ഞ് അവൾ പോകുമ്പോൾ നീ അവളുടെ പുറകെ പോകണം. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് നെഞ്ചത്ത് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് ഇതിങ്ങനെ തുറന്നു കാണിക്കും. ഐറ്റമണ്ടനെ കേട്ടപ്പോ തന്നെ ചാർജായി. ആവും നീ നെഞ്ചൊന്ന് തുറന്നാണേ. അങ്ങനെ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാറില്ല. ഇതെന്തുവാടെ ഇത്, തൊഴിലുറപ്പുകാരെ വെച്ച് ചെത്തിക്കേണ്ടി വരുമല്ലോ. അതിലത് കൂടിയന്റെ കൂടെ ഇതിനൊരു പേര് പറയും, കരടി. ഇംഗ്ലീഷിലൊരു പേര് പറയും. അതെന്തോന്നു എന്തുവാടാ ഒരു സംസാർ? എടാ ഈ രോമം കൂടുമ്പോ ഒരു പേര് പറയുമല്ലേ. പൂടരാജൻ. നിന്റെ തന്ത. ധൈര്യം ഉണ്ട്, ഒന്നുകൂടെ വിളിടാ. തന്തയ്ക്ക് വിളിയൊക്കെ ഇത്ര ഇഷ്ടം. നിന്റെ തന്ത. ഒരു തവണ കേട്ടാ പോരായിരുന്നു. അതെ, നാളെ അവൻ പൂജയെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. എങ്ങനെ? നെഞ്ചത്ത് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് അവളെ മുമ്പിൽ പോയി തുറന്നു കാണും. എന്തിനാ അവളെ പേടിക്കാന്? ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പോയി പറടാ. ഓ, അതുകൊണ്ടാണ് നീ ആരുടെ മുഖത്ത് നോക്കിയൊന്നും പറയാത്തത്. ഐഡിയക്ക് എന്ത് കുഴപ്പം, ചാർജ് ആയില്ലേ? സ്വിച്ച് ഓഫ് ആയി. എടാ ഈ ക്രിഞ്ചി പരിപാടി ഒന്നും പെമ്പിള്ളേർക്ക് ഇഷ്ടമല്ല. ഡയറക്റ്റ് ഡീൽ ചെയ്യണം. എന്നാ നാളെ നീയും വാ. ഞാനില്ല, നാളെ കുഞ്ഞമ്മയുടെ കൊച്ചിന് മുടി ഒഴിച്ചില്ല. അതിനിപ്പോ അത് ജനിച്ചല്ലേ ഉള്ളു. മറ്റേ ചടങ്ങില്ലേ, അത് മുടി കളച്ചില്ലേ? അതിന് വേണം. ഞാൻ വരാടാ, എനിക്ക് ഒഴിച്ചിലൊന്നുമില്ല. എന്താ കാണണോന്ന് പറഞ്ഞ? ഒരു ചൊരപ്പും ഇല്ലാതെ ഇൻസ്റ്റ തോണ്ടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ഉണ്ടക്കണ്ണിയുടെ റീല് വന്നു. പിന്നെ ഉണ്ടക്കണ്ണിയോട് ഒരു ആരാധനയായി. പിന്നെ റീല് തുറന്നാൽ എപ്പോഴും ആ ഉണ്ടക്കണ്ണിയാണ് കാണുന്നത്. ഇല്ലേടാ ഉണ്ട. കുട്ടി ഗൂഗിൾ മാപ്പ് ഇടാൻ നേരെ ഒരു കാര്യം ചോദിക്കാം. 18 വയസ്സ് കഴിഞ്ഞാണോ? ആ, എന്താ? കുട്ടി മനസ്സിൽ വിചാരിക്കാത്ത ഒരാൾ, പക്ഷേ കുട്ടിയെ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളുണ്ട്. അതാരാ? 1998 ജനനം, യെസ് കലാ സാംസ്കാരിക കായികമായി ഒരു കഴിവില്ലാത്തൊരുത്തൻ, യെസ് ഇതുവരെ ഒരു പെണ്ണുപോലെ സെറ്റ് ആവാത്തൊരുത്തൻ. ഇത് നശമേധം കളിക്കാതെ ഒന്ന് പറയോ? ഇത്രയും പറഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലായില്ല? ഇല്ല. അപ്പൊ കുട്ടി കളി തോറ്റ്. നീ തന്നെ പറഞ്ഞു. കുട്ടിയുടെ വീട്ടിൽ വന്ന് ഞാൻ ചായ മിച്ചറും കഴിക്കുന്നത് എന്തെങ്കിലും വിരോധമുണ്ടോ? അതെന്ത്, തന്റെ വീട്ടിൽ ചായ മിച്ചറിട്ട് തരത്തില്ലേ? ഐ ലവ് യു. എന്തൊരു കാര്യം. എന്തോ പറഞ്ഞ ഞാൻ കേട്ടില്ല. ആ ബെസ്റ്റ്, നാണിച്ചടുത്ത ജില്ലയിൽ പോയല്ലേ അവൻ. ഉത്തരം പറഞ്ഞോളൂ. എന്തോന്ന്? എന്റെ പൊന്നുകുട്ടി ഇവന് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലെങ്കിൽ പെട്ടെന്ന് പറ. അയ്യോ സോറി ബ്രോ, എന്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല ബ്രോ. കുട്ടിക്കൊക്കെ സങ്കല്പത്തിനനുസരിച്ച് ആണുങ്ങളെ കിട്ടും. എന്റെയൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കിട്ടാന്നുള്ളേ. അയ്യോ ബ്രോയ്ക്ക് വിഷമം വരാൻ വേണ്ടി പറഞ്ഞതല്ല. സവാള അരിഞ്ഞിട്ട് കരയില്ലെന്ന് പറയല്ലേ കുട്ടി. കുട്ടിയുടെ സങ്കല്പം പറ, ഞങ്ങൾ ഇവനെ അതേപോലെ ആക്കിത്തരാം. പറ്റില്ല, അത് എന്റെ സങ്കല്പത്തിലുള്ള ആള് ഇതാ. ഇത് ബഷീറിന്റെ മോഡല്ലേ? ഈ താടിയും കൂടെ പഠിച്ചാ അങ്ങനെ ആവുമോ? ഇങ്ങനെ ഇരിക്കും. വേണ്ടല്ലേ. നിങ്ങൾ ഇതേപോലെ അല്ല. കല്യാണത്തിന് വിളിക്കണം. വിളിക്കാം. മണ്ഡപത്തിൽ ഞാൻ ഈ സങ്കല്പം കണ്ടില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും സങ്കല്പിക്കാൻ പറ്റത്തില്ല. സങ്കല്പിച്ചു. ഞാൻ തടി മീശയും പഠിച്ചിടുന്നാലേ. വേണ്ട, കൊടംപോണേ എന്ന് പറയും.